ഓക്കെ, നമ്മൾ കേറ്ററ്റിൻ്റെ മലയാളം സിലബസിലുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ ടോപ്പിക്കിൽ നിന്നും വരുന്ന രീതിക്കുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു PPT-യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ മോഡലിലായിരിക്കും നിങ്ങൾക്ക് നേരത്തെ കേട്ടിട്ട് ഉള്ളവരുണ്ടാകാം, പിന്നെ പുതിയ ആൾക്കാരും ഉണ്ടാകാം. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഫെമിലിയർ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പറഞ്ഞു പോകാം. പിന്നെ ദീർഘമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനുള്ള ടൈമില്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കേറ്ററ്റ് എക്സാം ഇനി അടുത്തിരിക്കുമായതുകൊണ്ട് അടുത്ത സെക്ഷൻ 9 മണിക്കുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും പോകുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ആദ്യമേ പറയുക. അതായത് ക്വസ്റ്റ്യൻസ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സർ, ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് കേറ്ററ്റിനകത്തുള്ള ഒരു പ്രധാന ടോപ്പിക്കാണ് ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം ഉള്ളത്. നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ, അതായത് ഒരു 2008 മുതലൊക്കെ കേറ്ററ്റിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യനും. തേടിയ വള്ളി കാലിൽ ചുറ്റുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? അതായത് ഇതിനകത്ത് ചില ആൻസേഴ്സ് ഒക്കെ ടിക്ക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ചിലപ്പോൾ അത് തെറ്റായിട്ടുള്ള ആൻസർ ആയിരിക്കാം. ഓക്കെ. ആഗ്രഹിച്ചത് കിട്ടുക, അന്വേഷിക്കുന്നതിനിടയിൽ തടസ്സം നേരിടുക, അന്വേഷിച്ചത് അബദ്ധമാകുക, സാധിക്കാത്ത ആഗ്രഹത്തിൽ പെട്ടുപോവുക. ഏതാണ് ഉത്തരം? എല്ലാവർക്കും ഓപ്ഷൻ എ ആണോ പറയാനുള്ളത്? വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത്. തേടിയ വള്ളി കാലിൽ ചുറ്റുക എന്നത് എന്താണ്? ഓക്കെ, ആഗ്രഹിച്ചത് കിട്ടുക ഇല്ലേ? ആഗ്രഹിച്ചത് കിട്ടുക എന്നൊരു അർത്ഥമാണ് ആ ഒരു ശൈലിക്കുള്ളത്. ആൻസർ സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു. ആൻസർ എ തന്നെയാണ്. കഥകളിയിലെ സ്ത്രീ വേഷത്തിന്റെ പേരെന്താണ്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള എല്ലാ കേറ്ററ്റ് എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്നൊരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, കഥകളി എന്ന് പറയുന്നത്. ഓക്കെ, കഥകളിയിലെ സ്ത്രീ വേഷത്തിന്റെ പേര് എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് ഒരുപാട് പേര് ആൻസർ ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. ഓക്കെ, എത്ര വേഷങ്ങളാണ് പൊതുവെ കഥകളിയിലുള്ളത്? ഓക്കെ, പച്ചവേഷം എന്തിൻ്റെയാണ്? എന്ത് സ്വഭാവമുള്ളവർക്കാണ് പച്ച? നല്ല കഥാപാത്രം. സ്വാത്വിക സ്വഭാവമുള്ള നല്ല കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം കൊടുക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിഹാസ കൃതികളിലെ വീരനായകന്മാരെല്ലാം പച്ചവേഷത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രാമൻ, അതേപോലെ രാവണനല്ല രാമൻ, ലക്ഷ്മണൻ, അതേപോലെ വീരന്മാരായ രാജാക്കന്മാർ, ഇവരെല്ലാം പച്ചവേഷമാണ് ഉള്ളത്. അടുത്ത കത്തിവേഷം. രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് നമ്മൾ കത്തിവേഷം കൊടുക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രാവണൻ, ദുര്യോധനൻ, അതേപോലെ തന്നെ കീചകൻ, ഇവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്ത് വേഷമാണ്? കത്തിവേഷമാണ് അല്ലേ? അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ താടിയാണ്. താടി പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് അറിയായിരിക്കും. താടി വേഷം ഏതൊക്കെയാ 3 തരത്തിലുള്ള താടി വേഷം എന്ന് പറയുന്നത്? ഹനുമാൻ. അത് ഏതാണ് എന്ന് വെച്ചാൽ അതിനെ കളർ ബേസ്ഡ് ആയിട്ട് പറയുന്നുണ്ടല്ലോ നമ്മള്. വെള്ളത്താടി, ചുവന്ന താടി, കറുത്ത താടി അല്ലേ? വെള്ളത്താടി കൊടുക്കുന്നത് ഹനുമാനും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ നന്ദികേശ്വരൻ, ഇവർക്കൊക്കെയാണ്. അതായത് അതിമനുഷ്യന്മാരായിട്ടുള്ളവർക്ക്, അതേപോലെ സ്വാത്വിക സ്വഭാവമുള്ളതായിട്ടുള്ള കഥാപാത്രങ്ങൾക്കാണ് കൊടുക്കുന്നത്. പിന്നെ ചുവന്ന താടി എന്ന് പറയുന്നത് ബഗൻ, ബാലി, സുഗ്രീവൻ, ദുശാസനൻ, ഇവർക്കൊക്കെ കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? തമസ സ്വഭാവമുള്ളവർക്ക് കൊടുക്കുന്നതാണ് ചുമന്ന താടി എന്ന് പറയുന്നത്. ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ് ഏത് വേഷം കൊടുക്കുന്നത്? കറുത്ത താടി വേഷം കൊടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ കരിവേഷം. കരിവേഷം എന്താണ്?
വനചാരികൾക്ക് കൊടുക്കുന്ന വേഷമാണ് എന്തെന്ന് പറയുന്നത്? കരിവേഷം. അതായത് ഉദാഹരണമായിട്ട് ഈ കാട്ടാളൻ, ശൂർപ്പണഖ, ലങ്കാലക്ഷ്മി ഒക്കെ ഇല്ലേ, ഇവർക്കെല്ലാം കൊടുക്കുന്ന വേഷം എന്ന് പറയുന്നത് കരിവേഷമാണ്. ഇതിന്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ആൺകരിക്ക് കറുത്ത താടി കെട്ടിയിരിക്കും. ഓക്കെ ആണ്. പെൺകരിയാണ് നീണ്ട സ്തനങ്ങളും അതേപോലെ തന്നെ കാതില് തോടയും ഉണ്ടായിരിക്കും. പിന്നീട് മിനുക്ക് വേഷങ്ങൾ കൊടുക്കുന്നത് ആർക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കായിരുന്നു മിനുക്ക് വേഷം കൊടുക്കുന്നതെന്നാ പറഞ്ഞേ? സ്ത്രീ കഥാപാത്രം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുനിമാർക്കും കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഓപ്ഷൻസിനകത്ത് രണ്ടും ഉൾപ്പെടുത്തിയുള്ളത് വന്നാൽ ഏതാണ്? അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്ത്രീകൾക്കുമുണ്ട് മുനിമാർക്കും ഉണ്ട്. പിന്നീടുള്ള ഒന്നാണ് പഴുപ്പ്. പഴുപ്പ് എന്ന് പറയുന്നത് ആർക്കാ കൊടുക്കുന്നത്? ഈ ദേവഗണത്തിൽപ്പെട്ട ചില കഥാപാത്രങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതായത് ആദിത്യൻ, ശിവൻ, ഇവർക്കൊക്കെ കൊടുക്കുന്നത് ഏത് വേഷമാണ്? പഴുപ്പ് വേഷമാണ്. ബാക്കിയും കൂടെ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം അടുത്ത ഏതെങ്കിലും ഒരു എക്സാമിന് വേറെ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത് എന്നൊരു രീതിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. കഥകളി നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കഥകളി എന്ന പോർഷനകത്ത്? ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ നോക്കി വെച്ചുകൊണ്ട് പോകേണ്ടതാണ്. തുള്ളല്, അതേപോലെ സർപ്പം തുള്ളല്, അതേപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ആചാര കലകളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിട്ട് പോകണം. തുള്ളല്, അതേപോലെ ഈ പറയുന്ന കഥകളി, ആട്ടക്കഥ, കൂടിയാട്ടം, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഓക്കെ, ആൻസർ സ്ലൈഡ് കാണിക്കാവോ? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ചുവടെ കൊടുത്തവയിൽ യാത്രാ വിവരണ കൃതി ഏത്? ചുവടെ കൊടുത്തവയിൽ യാത്രാ വിവരണ കൃതി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ തലത്തിലെ ടെക്സ്റ്റ് ബുക്കുകളൊന്ന് എടുത്ത് അതിനകത്തുള്ള പാഠഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഹൈസ്കൂൾ തലത്തിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ആൻസർ എന്ന് പറയുന്നത്. ഏതാ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ? ഹിമവാന്റെ മുകൾ തട്ടിൽ. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത് ആരാ? ആരാ എഴുതിയിരിക്കുന്നേ? അറിയാമോ? രാജൻ കാക്കനാടന്റെ കൃതിയാണ് ഹിമവാന്റെ മുകൾ തട്ടിൽ. ഓക്കെ ആണോ? അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കൃതികളുടെ എഴുത്തുകാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അടുത്ത ഈ ആവിലായിൽ രാജൻ കാക്കനാടന്റെ കൃതിയാണ്. ഒരു യാത്രാ വിവരണ കൃതിയാണ്. അടുത്തത് ആവിലായിലെ സൂര്യോദയം. കേട്ടിട്ടുണ്ടോ? ആവിലായിലെ സൂര്യോദയം എം മുകുന്ദന്റെ അതിപ്രശസ്തമായ ഒരു നോവലാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ആവിലായിലെ സൂര്യോദയം എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കാമോ, നോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ? എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഗോപുരനടയിൽ എന്ന് പറയുന്ന കൃതി എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ MDയുടെ നോവലാണ്. ഏതെന്ന് പറയുന്നത്? ഗോപുരനടയിൽ. MDയുടെ ഫുൾ ഫോം എന്താ? വാസുദേവൻ നായർ. എന്താ പറയുന്നത്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ഗോപുരനടയിൽ. ഗോപുരനടയിൽ എന്ന് പറയുന്നത്. ആവിലായിലെ സൂര്യോദയം M മുകുന്ദൻ അല്ലേ? M മുകുന്ദൻ. പിന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് ഗോവർദ്ധന്റെ യാത്രകൾ. നിങ്ങൾ ആലോചിക്കും യാത്രകൾ എന്നാണല്ലോ തന്നേക്കുന്നത്, അപ്പൊ എന്താണ് ഗോവർദ്ധന്റെ യാത്രകൾ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്.
ആനന്ദ് എഴുതിയ ഒരു മലയാള നോവലാണ് ഏതെന്ന് പറയുന്നത്? ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറയുന്നത്. ഈ കൃതികളെ കുറിച്ചിട്ട് ഒന്നും ഡീപ്പായിട്ട് പറയുന്നില്ല, നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ആൻസർ കാണിക്കാമോ? ഹിമവാന്റെ മുകൾ തട്ടിലാണ് ആൻസർ എന്ന് പറയുന്നത്. യാത്രാ വിവരണം, നോവൽ, കഥ, ഇതെന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നാടകം, ഇതിലേതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഇവിടെ കൊടുത്തതിൽ യാത്രാ വിവരണ കൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമവാന്റെ മുകൾ തട്ടിലാണ് എഴുതിയത് രാജൻ കാക്കനാടനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗോവർദ്ധന്റെ യാത്രകൾ ഏതാ? ആരെഴുതിയത് ഗോവർദ്ധന്റെ യാത്രകൾ? ആനന്ദ് ആനന്ദാണ് എഴുതിയത് ഗോവർദ്ധന്റെ യാത്രകൾ. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ലാസ്സിന് ശേഷം എനിക്കൊന്ന് പേഴ്സണലായിട്ട് PPT ഒന്ന് നോക്കിയിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കണം. അടുത്തത് ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആര്? ആരാച്ചാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? KR മീര. KR മീരയുടെ പ്രശസ്തമായ നോവലാണ് ഏതെന്ന് പറയുന്നത്? ആരാച്ചാർ. ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, KR മീരയുടെ വേറെ ഏതെങ്കിലും കൃതികൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ, ആരാച്ചാർ ചോദിച്ചത് ധാരാളം പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള കൃതിയാണ്. 2013 ഓടക്കുഴൽ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? KR മീരയുടെ ഈ പറയുന്ന ആരാച്ചാറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2013 കേറ്ററ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന KR മീര ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരെന്ന്. അപ്പൊ നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് വന്ന എന്താ? ഗാഥകൻ എന്നുള്ളത് അവരുടെ ജാതകം എന്നുള്ളത് ഗാഥകൻ എന്നുള്ള ആരാച്ചാരുടേതല്ലേ? അല്ല, സോറി, ഘാതകൻ KR മീരയുടെ തന്നെ വേറൊരു നോവലാണ് ഘാതകൻ എന്ന് പറയുന്നത്. അത് ആരാച്ചാരല്ല, വേറൊരു കൃതിയാണ്. ഓക്കെ, പിന്നീട് KR മീരയുടെ പുസ്തകങ്ങൾ നേത്രോന്മീലനം കേട്ടിട്ടുണ്ടായിരിക്കും, മോഹമഞ്ഞ, അതേപോലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അതേപോലെ ഖബർ എന്ന് പറയുന്നത്. അതുകൂടാതെ ചെറുകഥാ സമാഹാരമൊക്കെ ഉണ്ട്. ഓർമ്മയുടെ ഞരമ്പ് പഠിക്കാനുള്ളതാ, പിള്ളേർക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കാനുള്ളതാ. പിന്നെ ആവേ മരിയ, ഗില്ലറ്റിൻ ഡിഗ്രി തലത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അതേപോലെ തന്നെ പിന്നെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. KR മീരയുടെ ധാരാളം എഴുത്തുകളുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് ആരാച്ചാർ. ആ വർഷം ചോദിച്ചത് ഓടക്കുഴൽ പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ സ്ലൈഡ് ഒന്ന് കാണിക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ്? ആൻസർ അറിയാമോ? ഇരയിമ്മൻ തമ്പി. ഇതേത് വിഭാഗത്തിൽ പെടുന്നതാ? താരാട്ട് വിഭാഗത്തിൽ പെടുന്ന ഒരു കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ഓമന തിങ്കൾ കിടാവോ. ഇതുകൂടാതെ ഇരയിമ്മൻ തമ്പി ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട്. ആട്ടക്കഥകൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. കീചകവധവും ഉത്തരാ സ്വയംവരവും ദക്ഷയാഗവും, ഇത് മൂന്നുമാണ് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ എന്ന് പറയുന്നത്. അത് ചോദിച്ചതാണ്. ഈ വട്ടത്തെ നെറ്റ് ക്വസ്റ്റ്യന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനും പേരൊന്നും കൂടി പറയോ? ഇരയിമ്മൻ തമ്പിയുടെ 3 ആട്ടക്കഥകള്: കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. പിന്നെ കീർത്തന വിഭാഗത്തിൽ പെടുന്ന താരാട്ടുപാട്ടാണ് ഏതെന്ന് പറയുന്നത്? ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്നത്. അത് കുറിഞ്ഞി എന്ന തലക്കെട്ടിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുകൂടാതെ ഇദ്ദേഹം തന്നെ പാഹിമാം ഗിരിതനെ എന്ന് പറയുന്ന
ശിവനെ കുറിച്ചിട്ടുള്ള പാട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൃഷ്ണനെ കുറിച്ചിട്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് അടിമലരിണ തന്നെ കൃഷ്ണ എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും വരികൾ തന്നിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ആരുടെയാണ്? ഇടശ്ശേരി. നമ്മൾ ഈ വരികള് കേട്ടിട്ടുള്ളതാണ് അല്ലെ, ഒരുപാട് തവണ കേട്ടിട്ടുള്ള കൃതി, ഒരുപാട് തവണ കേട്ടിട്ടുള്ള ആ ഒരു വരി ആയതുകൊണ്ട് ആർക്കറിയാം? നമുക്കറിയാം ഇടശ്ശേരിയുടെ ആണെന്ന്. ഇടശ്ശേരിയുടെ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരു പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഇതേ കൃതിയിലെ തന്നെ എന്താണ് വേറെ ക്വസ്റ്റ്യൻസും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇടശ്ശേരിയുടെ വേറെ ഏതെങ്കിലും കൃതികൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അറിയാമെങ്കിൽ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോണേ. ശക്തിയുടെ കവിയാണ്. ശക്തിയുടെ കവിയാണെന്നറിയാം. അതേപോലെ തന്നെ കാൽപ്പനികതയിൽ നിന്നുള്ള വഴിപിരിയലിന് തുടക്കം കുറിച്ച കവിയുമാണ്. മുഴുവൻ പേരെന്താ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതേപോലെ തന്നെ നമുക്ക് പൂതപ്പാട്ടിലെ വരികൾ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് പൂതപ്പാട്ടിലെ വരികൾ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാവിലെ പാട്ട് ഇടശ്ശേരിയുടെയാണ്. പുത്തൻകലവും അരിവാളും ഇടശ്ശേരിയുടെയാണ്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ മാത്രം ഒന്ന് പറഞ്ഞെന്ന് ഉള്ളൂ. ഓക്കെ, ആൻസർ സ്ലൈഡ്. കറുത്ത ചെട്ടിച്ചികളുണ്ട്. അത് കുട്ടികൾക്ക് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാനുവൽ എന്ന കൃതിയുടെ രചയിതാവ് ആര്? മലബാർ മാനുവൽ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ മലബാർ മാനുവൽ ഇത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും വെസ്റ്റേൺ ആ ഒരു രീതിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല. കേരളത്തെ പറ്റിയിട്ട് എഴുതിയ, കേരളത്തെക്കുറിച്ചും കേരള ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ആദ്യകാലത്ത്, അതായത് 1800കളുടെ അവസാനങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷുകാർ വന്നപ്പം എന്താണ് നമ്മുടെ നാടിനെ കുറിച്ചിട്ട് എഴുതിയ ഒരു കൃതിയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കൃതികൾ നമുക്ക് ചോദിക്കാറില്ല. ഇദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ്, ഈ പറയുന്ന വില്യം ലോഗൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹം എഴുതിയ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? മലബാർ മാനുവൽ എന്ന് പറയുന്നത്. കാർഡുലൊക്കെ വ്യാകരണത്തിൽ പെടുന്ന ആൾക്കാരാണ്. ഇത്തരം ക്വസ്റ്റ്യൻ അപൂർവമായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. പിന്നെ 1, 2, 3 ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ആൻസർ ഏതാണ് ടീച്ചറെ? വില്യം ലോഗൻ. ഓപ്ഷൻ ഡി. M.R. നായരുടെ തൂലികാനാമം എന്ത്? M.R. നായരുടെ തൂലികാനാമം എന്ത്? നമുക്ക് സാധാരണയായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തികളുടെ എന്ത് ചോദിക്കാറാണ് പതിവെന്ന് പറയുന്നത്? തൂലികാനാമം ചോദിക്കാറാണ് പതിവെന്ന് പറയുന്നത്. ഇത് ആരുടേതാ ചോദിച്ചേക്കുന്നത്? കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും ഈ ഒരു വ്യക്തിയെ കുറിച്ച്? സഞ്ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തൂലികാനാമമാണ് എന്തെന്ന് പറയുന്നത്? M.R. നായർ എന്ന് പറയുന്ന ആളുടെ തൂലികാനാമമാണ് ഏത് പേര് എന്ന് പറയുന്നത്? സഞ്ജയൻ എന്ന് പറയുന്നത്. ഓക്കെ, കാളിദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാളിദാസൻ ഏത് കൃതി എഴുതിയ വ്യക്തിയാ? കാളിദാസൻ എഴുതിയ കൃതി ഏതാ? ശാകുന്തളം എഴുതിയ വ്യക്തിയാ. കേരളപാണ്ഡ്യം എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് A.R. രാജരാജവർമ്മ. കേരളപാണ്ഡ്യം. ഓക്കെ, കേരള കാളിദാസൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്ന് പറയുന്നത് ആരുടെ അനന്തരവനാണ്?
അല്ല, ആരുടെ അമ്മാവനാണ്? AR രാജരാജവർമ്മയുടെ ഈ പറയുന്ന രാജവർമ്മയുടെ അമ്മാവൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്ന് പറയുന്നത് ദ്വിതീയാക്ഷരപ്രാസവാദം ARനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കേരളവർമ്മയെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞ സമയത്ത് ദ്വിതീയാക്ഷരപ്രാസത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോവരുത്. തൂലികാനാമം ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പഠിച്ചു വെച്ചുകൊണ്ട് പോവുക. അടുത്തത് കോവിലൻ. കോവിലൻ എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമോ? അയ്യപ്പൻ ആണെങ്കിലും കണ്ടാണശ്ശേരി വട്ടപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പനാണ് ആരെന്ന് പറയുന്നത്. ആ ഒരു പേര് നിങ്ങൾ പൂർണ്ണമായിട്ടും പറ്റും എന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ അയ്യപ്പൻ എന്നെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അയ്യപ്പനാണ് VV അയ്യപ്പനല്ലേ? ആണാണ്. കണ്ടാണിശ്ശേരി വട്ടപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ. അത് മുഴുവൻ പേരാ. VV അയ്യപ്പൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ഓപ്ഷനകത്ത് മുഴുവനും തരാം, ചിലപ്പോൾ ഓപ്ഷനകത്ത് എന്ത് മാത്രമേ കാണത്തുള്ളൂ, ഈ പറയുന്നത് പോലെ പകുതി മാത്രം തന്നിട്ടേ ചോദിക്കത്തുള്ളൂ. അടുത്തത് പ്രേംജി എന്നറിയപ്പെടുന്നത് ആരാ? ഏത് ഭട്ടതിരിപ്പാടാ? MR ഭട്ടതിരിപ്പാട്. MR ഭട്ടതിരിപ്പാടോ VT ഭട്ടതിരിപ്പാടോ ഒന്നുമല്ല, MB ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. ഓക്കെ ആണോ? ഭട്ടതിരിപ്പാടിനകത്ത് ചിലപ്പോൾ എന്താണ് VT ഭട്ടതിരിപ്പാട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനകത്ത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് തരാം. തെറ്റിപ്പോവരുത്, തിരിഞ്ഞു പോവരുത്. ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ കഴിയുന്നത്ര, നാളെ ഒരു ദിവസമേ ഉള്ളൂ, കഴിയുന്നത്ര ആൾക്കാരുടെ തൂലികാനാമങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പദം? കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? നാടകങ്ങൾ അല്ലത് നാടക വിഭാഗത്തിൽ കേട്ടിട്ടുള്ള കൃതിയാണ് ഏതെന്ന് പറയുന്നത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആര് രചിച്ചതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി രചിച്ചത്. ആര് രചിച്ചതാ? VT ഭട്ടതിരിപ്പാട് രചിച്ചതാണ്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഹ്മണ സമൂഹത്തിൽ നടന്നിരുന്ന അനാചാരങ്ങളെ പുറത്തു കാട്ടിയ ഒരു കൃതിയാണ് ഏതെന്ന് പറയുന്നത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമ്മുടെ മലയാള സാഹിത്യ ലോകത്തിന് ധാരാളം പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയ ഒരു കൃതി കൂടിയാണ് ഏതെന്ന് പറയുന്നത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ആ ഒരു നാടകം എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈഡ് കാണിച്ചു. ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. 2016 ഓടക്കുഴൽ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആര്? 2016 ഓടക്കുഴൽ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആര്? ആർക്കെങ്കിലും അറിയുമോ? MK സാനു. MK സാനുവിനാണോ 2016 അവാർഡ് ലഭിച്ചത്? MA റഹ്മാൻ 2016 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2016 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഒന്ന് എന്ത് ചെയ്യുക, ഓർഡറിലാക്കി ഒന്ന് പഠിച്ചു വെക്കാൻ പറ്റുന്ന രീതിക്ക് ഒന്ന് പഠിച്ചു വെക്കുക. 2016 ലഭിച്ചത് ആർക്കാണ്? ഈ പറയുന്ന ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് ആരേർപ്പെടുത്തിയ അവാർഡ്? അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ ഞാൻ ഓർത്തതാണ്. ആരേർപ്പെടുത്തിയ അവാർഡാണെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് അല്ല, നമ്മുടെ മലയാള കവിയായ G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഏതെന്ന് പറയുന്നത്? അവാർഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് 2000 ശേഷമുള്ള ഓടക്കുഴൽ അവാർഡുകൾ ഒന്ന് പറഞ്ഞു പോണോ? ഒന്ന് പറഞ്ഞു പോണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്താലും മതി. ജസ്റ്റ് നിങ്ങളൊന്ന് എന്താണൊന്ന് കേട്ടിരുന്നാലും മതി. 2000 ലഭിച്ചത് K സച്ചിദാനന്ദന.
2000 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. 2001 അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചു. 2002 മുണ്ടൂർ കൃഷ്ണൻകുട്ടിക്ക് ലഭിച്ചു. അതേപോലെ തന്നെ 2003 സക്കറിയയ്ക്ക് കിട്ടി. 2004 പി സുരേന്ദ്രന് കിട്ടി. 2005 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഞായത്ത് ബാലനും പിന്നെ 2 കലാമണ്ഡലം പത്മനാഭൻ നായർക്കും. 2006 ശ്രീ രാധാകൃഷ്ണന് കിട്ടി. 2007 എൻ കെ ദേശത്തിന് കിട്ടി. 2008 കെ ജി ശങ്കരപ്പിള്ളയ്ക്ക് കിട്ടി. 2009 ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയിട്ടുണ്ട്. 2010 ഉണ്ണികൃഷ്ണൻ പുതൂറിന് കിട്ടി. 2011 സുഭാഷ് ചന്ദ്രന് കിട്ടി. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സുഭാഷ് ചന്ദ്രന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഏത്? മനുഷ്യന് ഒരാമുഖമാണ്. അതേപോലെ 2012 സേതുവിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2013 നമ്മൾ നേരത്തെ പറഞ്ഞു, 2013 ആർക്കാ കിട്ടിയത്? ഏത് ഏത് കൃതിക്കാ? ആരാച്ച് 2014 റഫീഖ് അഹമ്മദിന് കിട്ടി. 2015 എസ് ജോസഫ്. 2016 എം എ റഹ്മാൻ. 2017 ഐമനം ജോണിന് കിട്ടി. 2018 ഇ വി കൃഷ്ണന് കിട്ടി. 2019 എൻ പ്രഭാകരൻ. 2021 സാറ ജോസഫ്. 2022 അംബികാസുധൻ മങ്ങാടിന് കിട്ടി. 2023 പി എൻ ഗോപികൃഷ്ണന് കിട്ടി. ഓക്കെ ആണോ? കവിത മാംസഭോജിയാണ്. 20 ശേഷം കൂടി പറയാം. ഏതിന് ശേഷമാ? 20 പറഞ്ഞിട്ടില്ല. 20 പറഞ്ഞിട്ടില്ല. 2019. 2021 സാറ ജോസഫ്. 2020 മിസ് ഇപ്പൊ 2018 2018 അവാർഡുകളെ ഒന്ന് ഗ്രൂപ്പിലിട്ടൂടെ? അവാർഡുകൾ ഗ്രൂപ്പിലോ? ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് അതാ നല്ലത്. എന്താ? അല്ല, ഗ്രൂപ്പിലിട്ടാൽ നമുക്ക് വായിച്ചൂടെ? ഞാനേ എന്നെ ആരെങ്കിലും ക്ലാസ് കഴിയുമ്പോ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കോ? മെസ്സേജ് അയക്കാം. ഓക്കെ, അത് കഴിയുമ്പം മെസ്സേജ് ഇട്ടാൽ മതി. ഞാനിത് ഗ്രൂപ്പിൽ ഞാനൊന്ന് നോക്കട്ടെ. സ്ക്രീൻഷോട്ട് എല്ലാം കൂടെ ഉള്ളത് കിട്ടുമോന്നൊന്ന് നോക്കിയിട്ട് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, സ്ലൈഡ് കാണിക്കാവോ അടുത്ത? മലയാളത്തിലെ ഒരു നോവലിലെ പ്രസിദ്ധരായ 2 കഥാപാത്രങ്ങളാണ് കോരനും ചിരിതയും. നോവൽ ഏത്? അറിയാമോ? രണ്ടിടങ്ങഴി. പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ഒരു ഭാഗം 10ാം ക്ലാസ്സില് അടിസ്ഥാന പാഠാവലിയിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അടിസ്ഥാന പാഠാവലിയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാഠമോ 2ാമത്തെ പാഠമോ മറ്റുമാണ് ഏതെന്ന് പറയുന്നത്, പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത്. കൂടുതലും ടെക്സ്റ്റ് ബുക്കിനെ ആധാരമാക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആരാ രണ്ടിടങ്ങഴി എഴുതിയത്? തകഴി ശിവശങ്കര പിള്ളയുടെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? രണ്ടിടങ്ങഴി എന്ന് പറയുന്നത്. ഓക്കെ ആണേ. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആണ് ആരെന്ന് പറയുന്നത്? കോരൻ, ചിരിത, പിന്നെ ചാത്തനൊക്കെ ഉണ്ട്. നെല്ല് എഴുതിയത് ആരാ? ആരുടേതാ? പി വത്സലയുടെ നോവലാണ് ഏതെന്ന് പറയുന്നത്? നെല്ല് എന്ന് പറയുന്ന നോവൽ എന്ന് പറയുന്നത്. അടുത്ത അരനാഴിക നേരം എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാ? അരനാഴിക നേരം കേട്ടിട്ടുണ്ടോ നോവൽ എവിടെങ്കിലും? പാറപ്പുറത്തിന്റെ നോവലാണ് ഏതെന്ന് പറയുന്നത്? അരനാഴിക നേരം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ കൃതി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കൃതികൾ വായിച്ചാൽ മാത്രമേ നമുക്ക് ആരെ അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതായത് ആരാണ് കഥാപാത്രം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതറിയാനും കൂടിയിട്ടാണ് എന്ത് ചോദിക്കുന്നത്, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അടുത്ത വിഷകന്യക എഴുതിയതാണ്. വിഷകന്യക കേട്ടിട്ടുള്ളതായിരിക്കും. വിഷകന്യക എഴുതിയതാരാ?
ഉറൂബ്. ടി വാസുദേവൻ. SK പൊറ്റക്കാട്, വിശ്വകന്യക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് നമ്മുടേത് രണ്ടാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് ഉള്ളത്, രണ്ടിടങ്ങഴി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അത് ക്ലിയർ ആണോ? ഞാൻ എന്തായാലും ഒന്ന് വായിക്കാം. ദ്രാവിഡ ഭാഷ എന്ന നിലയിൽ മലയാളം ഏത് കക്ഷിയിലാണ് ഉൾപ്പെടുന്നത്? മലയാളം ഏത് ഗോത്രത്തിൽ പെടുന്നതാണ്? മലയാള ഭാഷ എന്ന് പറയുന്നത് ഏത് ഗോത്രത്തിൽ പെടുന്നതാ? ദ്രാവിഡ ഭാഷ. ദ്രാവിഡ. ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ പെടുന്നതാണ് മലയാളം എന്ന് പറയുന്നത്. ഇത് ഏത് കക്ഷിയിലാണ് ഉൾപ്പെടുന്നത്? സംശ്ലിഷ്ട കക്ഷിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും മലയാളം മെയിൻകാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തുകൊണ്ടാണ് സെക്കൻഡ് പേപ്പറിൽ വന്നത് എന്നറിയത്തില്ല. സാധാരണയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. സംശ്ലിഷ്ട കക്ഷിയിലാണ് ഏത് പെടുന്നത്? മലയാളം. മലയാളം കൂടാതെ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ പെടുന്ന മറ്റ് ഭാഷകൾ ഏതൊക്കെയാ? തമിഴ് പെടുന്നുണ്ട്, കന്നഡ, എന്താ സംസ്കൃതം. സംസ്കൃതല്ലേ? അല്ല, സംസ്കൃത ആര്യ ഗോത്രത്തിൽ പെടുന്ന ഭാഷയിൽ ഉൾപ്പെടുന്നതാ. ദ്രാവിഡ ഭാഷാ ഗോത്രം. ഇല്ലില്ല, ബംഗാളി വരുന്നില്ല. തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഇത്രയുമാണ് ഉൾപ്പെടുന്നത്. കന്നഡ, തെലുങ്ക്, മലയാളം. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ്. ദർപ്പണം പോലെ വിളങ്ങുന്നു വിണ്ടലം. അടിവരയിട്ട പദം പിരിച്ചെഴുതി സന്ധി നിർണയിച്ചാൽ ശരിയായതേത്? സന്ധി പഠിപ്പിച്ച സമയത്ത് ഞാൻ എക്സാമ്പിളായിട്ട് എഴുതി പഠിപ്പിച്ചതാണ് വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ. ഏത് സന്ധിയാണ് വരുന്നത്? അത് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. ഏത് സന്ധിയാ വരുന്നത്? ആദേശ സന്ധിയാണ് വരുന്നത് അല്ലെ? വിണ്ടലം പിരിച്ചെഴുതുന്ന സമയത്ത് ഏത് സന്ധിയാണ് വരുന്നത്? ആദേശ സന്ധിയാണ് വരുന്നത്. നമ്മൾ സന്ധി ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പിരിച്ചെഴുതി പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ആൻസർ കാണിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. പറയാവോ? ഏതാ? വിണ്ടലം പിരിച്ചെഴുതണമെന്ന് പറയാമോ? വിൺ അധികം തലമാണ് വിണ്ടലം എന്ന് പറയുന്നത്. അതിനെ തിരിക്കാൻ അറിയാലോ, സന്ധി തിരിക്കാൻ അറിയാലോ, അക്ഷരങ്ങളെ വർണ്ണങ്ങളാക്കി പിരിച്ചെഴുതാൻ അറിയാലോ. അറിയാമോ? കറക്റ്റ് ആയിട്ട് വിണ്ടലത്തിന് മാത്രം അറിയാത്ത സന്ധി അറിയത്തില്ല എന്നാണോ? വിണ്ടലത്തിന്റെ അറിയത്തില്ല എന്നാണോ പറഞ്ഞത്? വിൺ അധികം തലമാണ് വിണ്ടലമായിട്ട് മാറുന്നത്. വിൺ അധികം തലം തിരിച്ചെഴുതുന്ന സമയത്ത് അത് ആദേശസന്ധിയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്ന് വായിച്ചാൽ നന്നാവും ടീച്ചർ. മകരക്കാരിലെ എന്താ? ഇത് ക്ലിയർ ഇല്ലാത്തോണ്ടേ ഒന്ന് വായിച്ചാൽ നന്നാവും. വായിക്കാൻ പോവാ. മകരക്കാറിലെ തണ്ണീര് മാനവന്മാരുടെ കണ്ണീര്. ഇടശ്ശേരി എഴുതിയ 2 വരികളാണിത്. ഈ വരികളുടെ അർത്ഥത്തിന് സമാനമായ പഴഞ്ചൊല്ല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മകരത്തിൽ മരം കയറണം, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, മകരം പിറന്നാൽ മറിച്ചെണ്ണണ്ട, മകരമഞ്ഞിന് മരം കൊച്ചും. മകരക്കാറിലെ തണ്ണീര് മാനവന്മാരുടെ കണ്ണീര്. അതായത് ഇതിനകത്ത് ഈ വരികളിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ആശയം കിട്ടിയാൽ തന്നെ ആ ഒരു പഴഞ്ചൊല്ല് കിട്ടും. അതായത് മകരത്തിൽ ലഭിക്കുന്ന തണ്ണീരെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്മാരുടെ കണ്ണീര് എന്നാണ് പറയുന്നത്. അതിനർത്ഥം മകരത്തിൽ മഴ പെയ്താൽ ഏത് പഴഞ്ചൊല്ലാണ് ലഭിക്കുന്നത്? മലയാളം മുടിയും. മകരത്തിൽ മഴ പെയ്താൽ മലയാളം. ഓക്കെ, അടുത്ത സ്ലൈഡ് കാണിക്കാവോ? ആൻസർ സ്ലൈഡ്. ഓക്കെ, ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ. അതാണ് പഴഞ്ചൊല്ലിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ വേണമെങ്കിലും വരാം. അടുത്തത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ക്വസ്റ്റ്യൻ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന
ഒരു സ്ലൈഡാണ്. ഒരിക്കലും ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കത്തില്ല. അതായതെന്ന് പറഞ്ഞ കവിതാഭാഗം തരും, എന്നിട്ട് ആ കവിതാഭാഗമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. കാണെ കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാലമ്മേ, വീണക്കമ്പികൾ മീട്ടുകയല്ലീ നവതാരുണ്യം നിന്തിരുവുടലിൽ. ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്താൽ പൂക്കളമെഴുതി ഇന്നവർ വാഴ്വിൻ വൻ ചുമടേറ്റി നടന്നിരുന്നു പാഴ്ചുവടുമേ. ഓരോ വട്ടവും ഓണക്കിളിയുടെ താളമയങ്ങിയിടുന്നു ഞങ്ങളിൽ ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മയ്ക്കിന്നും പുതുലാവണ്യം. ഇതൊരു കവിതയാണ്. ഈ കവിതയായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഒരു ഗദ്യഭാഗം തന്നിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ എടുത്തെഴുതാവുന്നതാ. ഒരു 2 or 3 വട്ടം വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന 10 മാർക്കായിരിക്കും. ഓക്കെ ആണോ? രണ്ടിന്റെ ഉണ്ടാവും. ആ, പദ്യം പദ്യത്തിന്റെ കാണും, പദ്യവും തരും, ഗദ്യവും തരും. പിന്നെ ചില വർഷങ്ങളിലൊക്കെ ഒന്നെങ്കിൽ ചിലപ്പോൾ പദ്യം മാത്രമേ കാണൂ, ചിലപ്പോൾ ഗദ്യം മാത്രമേ കാണൂ. അങ്ങനെയും ഉണ്ടാവാറുണ്ട്. സാധാരണ പദ്യശകലവും കാണാറുണ്ട്, ഗദ്യശകലവും കാണാറുണ്ട്. ക്വസ്റ്റ്യൻസ് കാണിക്കാവോ? അതാ 146 എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. അതാ ക്വസ്റ്റ്യൻ നമ്പർ ആണേ. ആർക്കൊക്കെ വയസ്സാവുന്നു എന്നാണ് കവി പറയുന്നത്? അമ്മയ്ക്ക്, മക്കൾക്ക്, കുട്ടികൾക്ക്, കവിക്ക്. ആർക്ക് വയസ്സാവുന്നു എന്നാ പറയുന്നത്? മക്കൾക്കല്ലേ? മക്കൾക്ക് വയസ്സാവുന്നു എന്നാണ് പറയുന്നത് ഇല്ലേ? ആ ഒരു വരിയിൽ പറയുന്നത് മക്കൾക്ക് വയസ്സാവുന്നു എന്നാണ്. ആൻസർ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? ഓക്കെ, അടുത്തത്. അതിന്റെ ഉത്തരം ആ കവിതയിലുണ്ട്, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ജീവിതം എന്നതിന് പകരം കവി ഏത് വാക്കാണ് ഉപയോഗിച്ചത്? ജീവിതം എന്നതിന് പകരം ലാവണ്യം എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നലെ ഇവിടെ പൂക്കളം എഴുതാനായി എന്തുപയോഗിച്ചു എന്നാണ് കവി പറയുന്നത്? അതിനകത്ത് പറയുന്നുണ്ട് കുഞ്ഞിക്കാലടി അടയാളമാണ് ഉപയോഗിച്ചത് എന്ന് കവിതയ്ക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഈ കവിതാഭാഗത്തെ പ്രമേയം എന്തിനെ കുറിച്ചിട്ടാണ്? ഭൂമിയെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതാ കവിതാഭാഗമായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയത്. ഓണനിലാവിനെ കവി എന്തായാണ് സങ്കല്പിച്ചിരിക്കുന്നത്? എന്തായിട്ടാ? ഓണക്കിളിയായിട്ടാണ് ഓണനിലാവിനെ കവി സങ്കല്പിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കാണിച്ചോ. ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിന്റെ വ്യംഗ്യാർത്ഥം എന്ത്? പഴഞ്ചൊല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന് പറയുന്ന ചൊല്ലിന്റെ അർത്ഥം എന്താ? എന്താ അതിന്റെ അർത്ഥം? സി അല്ലേ? എന്താ വരുന്നത്? ഒന്നിന് ശേഷം കുളിക്കരുത്. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഉണ്ടിട്ട് കുളിക്കുന്നവനെ കാണുന്നത് അപശകുനമാണ്. ഭക്ഷണത്തിന് മുമ്പ് കുളിക്കണം, ഊണിന് ശേഷം കുളിക്കരുത്, ഭക്ഷണത്തിനും മറ്റുമായി ധനം ധൂർത്തടിക്കരുത്. ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കാണുന്നത് അപശകുനമാണ്. അതാണ് വ്യംഗ്യാർത്ഥമായിട്ട് വരുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കാണുന്നത് അപശകുനമാണ്. അതുകൊണ്ടാണ് ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ജീവിത വീക്ഷണം എന്ന പദം വിഗ്രഹിച്ചാൽ ലഭിക്കുന്ന ശരിയായ ഉത്തരം. വിഗ്രഹാർത്ഥം നിങ്ങളുടെ ഒരു ടോപ്പിക്കാണ്, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എന്താ ജീവിത വീക്ഷണം? ജീവിതമാകുന്ന വീക്ഷണം, ജീവിതത്തെ കുറിച്ചുള്ള വീക്ഷണം, ജീവിതവും വീക്ഷണവും, വീക്ഷണമുള്ള ജീവിതം. ഏതാ ആൻസർ? ജീവിതത്തെ കുറിച്ചിട്ടുള്ള വീക്ഷണം, ബി ആണ് ആൻസർ. സ്ലൈഡ് കാണിക്കാവോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശസ്ത്രക്രിയ എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഇതും ഒരു വിഗ്രഹാർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്ന പദം വിഗ്രഹിക്കുന്നത്? ശാസ്ത്രജ്ഞന്റെ ക്രിയ, ശസ്ത്രത്താലുള്ള ക്രിയ, ശസ്ത്രവും ക്രിയയും, ശസ്ത്രത്തിന് വേണ്ടിയുള്ള ക്രിയ. എന്താ ശസ്ത്രത്താലുള്ള ക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ശസ്ത്രക്രിയ
എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ആ ഉത്തരം കൂടി പറയോ? ശസ്ത്രക്രിയ എന്ന് പറയുന്നത് സർജറി എന്ന പദത്തിന്റെ അതായത് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് സർജറി എന്ന പദത്തിന്റെ മലയാളമാണ്. അതെന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ശസ്ത്രജ്ഞന്റെ ക്രിയ. ശാസ്ത്രജ്ഞൻ ചെയ്യുന്ന ക്രിയയാണോ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്? ശസ്ത്രത്താലുള്ള ക്രിയ, ശാസ്ത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. സർജറിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? സയൻസ് പരമായിട്ടുള്ള രീതിയല്ലേ, മെത്തേഡല്ലേ യൂസ് ചെയ്യുന്നത്? അതാണ് അങ്ങനെ വന്നത് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്നെ ചെണ്ട കൊട്ടിക്കുകയാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. ഈ വാക്യത്തിന് ഏറ്റവും അനുയോജ്യമായ വിശദീകരണം ഏതാണ്? എന്നെ ചെണ്ട പഠിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. ഞാൻ ചെണ്ട കൊട്ടാൻ തയ്യാറല്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. എന്നെ ബുദ്ധിമുട്ടിക്കാനാണ് നിങ്ങളുടെ പുറപ്പാട്. ആൻസർ ആയിട്ട് നിങ്ങളുടെ പുറപ്പാട്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഏതെങ്കിലും ഒരു വാക്യം തന്നിട്ട് അതിന്റെ അർത്ഥം വരുന്നത് എന്താണ് എന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ആൻസർ സ്ലൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നിഷേധാർത്ഥം സൂചിപ്പിക്കാനായി അകാരം ചേർത്ത പദം എന്ത്? അസാധ്യം, അത്യധികം, അക്കരെ, അക്കാരണം. ഏതാ? അസാധ്യം. സാധ്യം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അസാധ്യം എന്ന് പറയുന്നത്. അവിടെ നിഷേധാർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ കോമൺ ആയിട്ടുള്ള പദങ്ങളാണ്. ആൻസർ സ്ലൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശബ്ദ അലങ്കാരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദാലങ്കാരം ഏതാണ്? ഏതാ ശബ്ദാലങ്കാരം? ഏതാ? നിങ്ങളുടെ ടോപ്പിക് ആണ്. ഈ ടോപ്പിക്ക് നിങ്ങളെ പഠിപ്പിച്ച ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചു നോക്കേ. യമകല്ലേ? യമകമാണ്. എന്തുകൊണ്ടാണ് യമകം വന്നത്? എന്തുകൊണ്ടാ വന്നേ? ശബ്ദാലങ്കാരം ഞാനൊരു ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്കൊരു ക്ലാസ്സില്. കാവ്യത്തിലെ ശബ്ദത്തെയാണ് എന്തെന്ന് പറയുന്നത്? ശബ്ദാലങ്കാരം എന്ന് പറയുന്നത്. ശബ്ദാലങ്കാരം പ്രധാനമായിട്ടും 4 തരത്തിലാ ഉള്ളത്. ഏതൊക്കെയാ അത്? അനുപ്രാസം, യമകം, പുനരുക്തപദാഭാസം, ചിത്രം. ഓർമ്മയുണ്ടോ പറഞ്ഞത്? എന്താ അനുപ്രാസം എന്ന് പറയുന്നത്? ഒരേ വ്യഞ്ജനവർണ്ണത്തെ തന്നെ അടുത്തടുത്ത് ആവർത്തിക്കുന്നതിനാണ് അനുപ്രാസം എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ അക്ഷരങ്ങളെ ക്രമം തെറ്റാതെ ഒന്നായിട്ട് ആവർത്തിക്കുന്നതാണ് യമകം എന്ന് പറയുന്നത്. പുനരുക്ത പദാഭാസം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത്? ആദ്യം നമ്മൾ കേൾക്കുന്ന ആ ഒരു സമയത്ത് അർത്ഥത്തിന് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത രീതിയിൽ പിന്നീട് ഒരു അർത്ഥം ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പുനരുക്ത പദാഭാസം. പിന്നെ അടുത്തത് ഏതാണെന്നാണ് പറഞ്ഞത്? ചിത്രം. ഇങ്ങനെ 4 തരത്തിലുണ്ട് എന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആർക്കറിയാം? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്രാമർ പാർട്ടാ ഫുള്ള് പോകുന്നത്. ഗ്രാമർ പാർട്ട് നിങ്ങൾ ഉത്തരം തെറ്റിക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ ഒന്നും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 ഓർമ്മയുണ്ട് ടീച്ചറെ. 2 ഓർമ്മയുണ്ട്. ബാക്കി മറന്നു പോയതാ, കുഴപ്പമില്ല. ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, സെക്കൻഡ് പേപ്പർ ആണ് മലയാളം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും ഇതിനകത്തെ ആ ഒരു ഗ്രാമർ പാർട്ട് പഠിക്കുക എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? വിണ്ടലം,
ആവർത്തിച്ചാവർത്തിച്ചിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നേരത്തെ വിണ്ടലം എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ തിരിച്ചിട്ട് താഴെ പറയുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചു. ഏതാ? വിൻ അധികം തലയാണ് ഏതെന്ന് പറയുന്നത്? വിണ്ടലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സന്ധി വന്നാൽ പെട്ടെന്ന് ചെയ്യാം. ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി, 4 സന്ധികൾ നിങ്ങൾക്ക് കാണാപ്പാടമല്ലേ. ഞാൻ ഇനി അത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിലമ്പൂത്തു മലർന്ന നാൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും ഇങ്ങനെ ഒരു നോവലിനെ കുറിച്ച്? എവിടെ കേട്ടിട്ടുണ്ട്? ആരെഴുതിയതാ? മനോജ് മനോജ് കുറൂരിന്റെ നോവലാണ്. എവിടെ കേട്ടിട്ടുണ്ട്? ആക്ടിവിറ്റി ഗ്രൂപ്പില് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു നോവൽ അല്ലാതെ കേട്ടിട്ടുണ്ടോ? ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. മനോജ് കുറൂർ എന്ന് പറയുന്നത് എന്താണ്? ഈ പേര് ശരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, മനോജ് കുറൂർ. ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന മനോജ് കുറൂർ എന്ന് പറയുന്നത്. ഇത്തരം കൃതികൾ കൂടി അല്ലെങ്കിൽ ഇത്തരം കൃതികൾ കൂടെയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ തെറ്റിക്കുക അല്ലെങ്കിൽ എന്താണ്, മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് അത്ര ഫെമിലിയർ അല്ലാത്ത ആൾക്കാരെയും കൂടെ ഒക്കെ ഈ ഗൂഗിളിലൊക്കെ തപ്പി നോക്കിയാൽ ഈ ഒരു ആധുനിക എഴുത്തുകാരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തപ്പിയാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എഴുത്തുകാരെയും കൂടെ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാനും അവരുടെ കൃതികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനും ഒക്കെ സമയം കിട്ടും. പക്ഷെ ഇനി ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ജസ്റ്റ് പഠിച്ച ഭാഗങ്ങൾ മാത്രം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പള്ളക്കടിക്കുക എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചത് ഏത് വാക്യത്തിലാണ്? അമ്മ അവന്റെ പള്ളക്കടിച്ചതിനാലാണ് ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാഞ്ഞത്. ധനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ സാധാരണക്കാരുടെ പള്ളക്കടിക്കുന്നവയാണ്. കൂട്ടുകാരുടെ പള്ളക്കടിച്ചത് കൊണ്ടാണ് അവന് ജയിലിൽ പോകേണ്ടി വന്നത്. പോലീസ് അവന്റെ പള്ളക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഏതാ? ധനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ സാധാരണക്കാരുടെ പള്ളക്കടിക്കുന്നവയാണ്. അവിടെയാണ് ആ ഒരു വാക്ക് എന്ന് വെച്ചാൽ ധനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരനെ കഷ്ടപ്പെടുത്തുന്നതാണ്, അല്ലെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, വലയ്ക്കുന്നതാണ് എന്ന രീതിക്ക് ഉപയോഗിച്ചേക്കുന്നതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓരോ കാര്യവും നടക്കാൻ അതിൻ്റെതായ സമയമുണ്ട്. ഒരു കാര്യം ചെയ്യുന്നത് 2 പേർ പോവുക. ദൃഢനിശ്ചയമുള്ളവർക്കേ കാര്യങ്ങൾ ചെയ്യാനാവൂ. ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുക. എന്താണ്? ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ അപ്രധാനമായ മറ്റൊരു കാര്യം കൂടെ നടക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരമുള്ള സ്ലൈഡ് കാണിക്കാവോ? ഓക്കെ, അടുത്ത സ്ലൈഡ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഒറ്റയടിപ്പാത ആരുടെ കൃതിയാ? മാധവിക്കുട്ടി. ഒറ്റയടിപ്പാത ആരുടെ കൃതി തന്നെയാണ്? മാധവിക്കുട്ടിയുടെ കൃതി തന്നെയാണ് അല്ലെ? അടുത്ത പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണോ മണിവീണ? ആണോ? പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണോ മണിവീണ എന്ന് പറയുന്നത്? അല്ല.
സുസ്പേഷ് ചന്ദ്രോത്തിന്റെ കൃതിയാണോ മരപ്പാവകൾ? അല്ല. ഇല്ല. മരപ്പാവകൾ ആരുടെ കൃതിയാ? പിള്ളയുടെ അല്ലേ? ആരുടെ കൃതിയാ മരപ്പാവകൾ എന്ന് പറയുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. നീലകണ്ഠപിള്ള അല്ലേ? മരപ്പാവകൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? കാരൂരിന്റെ കൃതിയാണ് മരപ്പാവകൾ എന്ന് പറയുന്നത് അല്ലെ? ഏതാ? കാരൂർ നീലകണ്ഠപിള്ള. പറഞ്ഞു. കാരൂർ നീലകണ്ഠപിള്ളയുടെ കൃതിയാണ് മരപ്പാവകൾ എന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ ബാക്കിലോട്ട് അടിക്കാമോ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അടുത്ത കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ കൃതിയാണോ സാഹിതീയം? അതെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ കൃതി തന്നെയാണ് സാഹിതീയം എന്ന് പറയുന്നത്. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, പക്ഷെ സ്ലൈഡിനകത്ത് ബി എന്നാ കൊടുത്തേക്കുന്നത്. ചെറിയൊരു എറർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നിജസ്ഥിതി അറിയാതെ ചാടിപ്പുറപ്പെടുക, ഒരു കാര്യം വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുക, അനാവശ്യ സന്ദർഭങ്ങളിൽ ഇടപെടുക, കാര്യമറിയാതെ ശകാരിക്കുക. ഏതാ? നിജസ്ഥിതി അറിയാതെ ചാടി പുറപ്പെടുക. ഓക്കെ, അടുത്ത സ്ലൈഡ് കാണിക്കാവോ? മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതി? സുഭാഷ് ചന്ദ്രബോസിന്റെ. സുഭാഷ് ചന്ദ്രബോസിന്റെ കൃതിയോ? സുഭാഷ് ചന്ദ്രൻ എഴുതിയ കൃതിയാണ്. സുഭാഷ് ചന്ദ്രൻ എഴുതിയ മലയാള നോവലാണ് ഏതെന്ന് പറയുന്നത്? മനുഷ്യന് ഒരു ആമുഖം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന 2009 മറ്റോ ആണ് കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ആത്മകഥയ്ക്കൊരാമുഖം കേട്ടിട്ടുണ്ടോ? ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് മനുഷ്യനൊരാമുഖം. നോവലാണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏത്? എല്ലാ വട്ടവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ട് എഴുതിയ പദം ഏതാ? ആരൂഢം, അധ്യാത്മികം, പനിനീർ, മുതലാളിത്വം. ഏതാ അവിടെ ശരിയായിട്ട് എഴുതിയേക്കുന്നത്? സ്ക്രീൻ ഒന്ന് മാറ്റിയേക്കാമോ? ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോ ഏതാ? ആരൂഢമല്ലേ ശരിയായിട്ട് എഴുതിയേക്കുന്നത്? ആരൂഢം. ബാക്കിയെല്ലാം എന്താ ചെയ്തേക്കുന്നത്? ബാക്കിയെല്ലാം തെറ്റായിട്ടാണ് എഴുതിയേക്കുന്നത് അല്ലേ? ബാക്കിയെല്ലാം തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പനിനീരൊക്കെ നായുടെ സ്ഥാനത്ത് ഇന്ന ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻസർ സ്ലൈഡ് കാണിക്കാവോ? എന്താ? മുതലാളിത്വം എന്നുള്ള വേണ്ട, മുതലാളി എന്ന് മതി. അവിടെ മുതലാളിത്തം ആണ്, മുതലാളിത്വം എന്ന് വേണ്ട. ത്വം അവിടെ ആവശ്യമായിട്ടില്ല. ഓക്കെ, അടുത്ത സ്ലൈഡ്. അവർണ്ണനീയം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? എന്താ അവർണ്ണനീയം എന്ന വാക്കിന്റെ അർത്ഥം? വർണ്ണ വ്യത്യാസമുള്ളത്, വർണ്ണിക്കാൻ പ്രയാസമില്ലാത്തത്, വർണ്ണിക്കാൻ കഴിയാത്തത്. വർണ്ണിക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ അവർണ്ണനീയം എന്ന് പറയുന്നത്. വർണ്ണിക്കാൻ പറ്റുന്നതിനെ വർണ്ണനീയം എന്ന് പറയുന്നു.
ഇപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചല്ലോ. എങ്ങനെ ഡയറക്റ്റ് ആയിട്ടും എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാ ടോപ്പിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക. സിലബസ് ഒരു 1-2 വട്ടമെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. സിലബസ് വായിച്ചു നോക്കിയാൽ തന്നെ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സിലബസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ PPT-കളിലൂടെയും ഒന്ന് കണ്ണോടിച്ചു പോകുക. PPT-കളിൽ കണ്ണോടിക്കുന്ന സമയത്ത് ഇതിനെ ഒരു PPT-യിൽ ഒരു ആൻസർ കാണുന്ന സമയത്ത് ഇതിനെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ബേസിൽ ചോദിക്കാം എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ടീച്ചർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശുക്രൻ. നമുക്ക് അടുത്തൊരു ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ വളരെ വേഗം വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി നാളത്തെ അജു സാറേ ടീച്ചറോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ ഗദ്യവും പദ്യവും ടീച്ചറെ ആദ്യം ചോദ്യം വായിച്ചിട്ട് പിന്നെ വായിക്കുന്ന നല്ലതെന്ന് പറയാറുണ്ട്. എന്താ ടീച്ചറുടെ ഒരു യുക്തി? എന്താണ് സാറേ? ഈ ഗദ്യവും പദ്യവും ആദ്യം ചോദ്യം വായിച്ചിട്ട് പിന്നെ നമ്മൾ ആ ഗദ്യത്തിലേക്ക് വായിച്ചാൽ ഒന്നുകൂടി നല്ലത് അങ്ങനെയാണെന്ന് എല്ലാവരും പറയപ്പെടാറുണ്ട്. അറിയാം ടീച്ചറുടെ ഒരു അഭിപ്രായം കിട്ടാൻ. ഓക്കെ മനസ്സിലാവും.